കേൾക്കാനുണ്ടോ? ഓഡിബിൾ ആണോ? Am I audible? ഓഡിബിൾ ആണ് മാം. ഓക്കെ ഓക്കെ, എൻ്റെ പേര് അശ്വതി. ഞാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഇങ്ങോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മള്. ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നതാണ് മൊഡ്യൂൾ. അപ്പോൾ നിങ്ങളുടെ സിലബസ് ബേസ് ചെയ്ത് പോകുമ്പോൾ ആംപ്ലിഫയേഴ്സും ഓസിലേറ്റേഴ്സും പഠിക്കുന്നതിന് മുന്നേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് എന്താ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് ട്രാൻസിസ്റ്റർ, പിന്നെ ട്രാൻസിസ്റ്ററിന്റെ കുറച്ച് ബേസിക്സ്, അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ആംപ്ലിഫയറിലേക്ക് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ സ്ലൈഡ് ഷോ ഇട്ടിട്ട് പോർഷൻസ് എടുക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ സ്ക്രീൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, കാണുന്നില്ലെങ്കിലും പറയണേ. സ്ക്രീൻ കാണാനുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണാം മാം. ഓക്കെ ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്. ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന്റെ രണ്ട് അപ്ലിക്കേഷൻസ് ആണ്. സോ അപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുന്നേ എന്താണ് ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ട്രാൻസിസ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് അറിയണം. അവിടെ നിന്നാണ് നിങ്ങളുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കുന്നത് ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയറിലെ ട്രാൻസിസ്റ്റർ. So transistors was invented by Walter H. Brazil and John Barlow of Bell Telephone Laboratories on 23rd December 1947. So ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തത് രണ്ടുപേര് കൂടിയിട്ടാണ്, വാൾട്ടർ എച്ച് ബ്രസീൽ ആൻഡ് ജോൺ ബാർലോ. ബെൽ ടെലിഫോൺ ലബോറട്ടറീസ് എന്ന് പറയുന്ന ഇവിടുത്തെ രണ്ടുപേരാണ് 1947 ഡിസംബർ 23rd ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തത്. അപ്പോ ഇത് നോട്ട് ചെയ്തോളൂ, അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നു? ട്രാൻസിസ്റ്ററിന്റെ ഉപയോഗത്തിന് ട്രാൻസിസ്റ്ററിന് മുന്നേയും നമ്മൾ കുറെ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതെന്താന്നൊക്കെ നമുക്ക് നോക്കാം. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ് ഹാവിംഗ് 3 or 4 ലീഡ്സ് ഓർ ടെർമിനൽസ്. മൂന്നാവാം അല്ലെങ്കിൽ നാലാവാം, 3-4 ലീഡുകൾ അല്ലെങ്കിൽ ടെർമിനലുകൾ ഉള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് എന്ത്? ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ട പോർഷൻസ് ഞാൻ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. So it is mainly used for enlarging or amplifying small electric or electronic signals. നമ്മൾ ട്രാൻസിസ്റ്റർ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ചെറിയ സിഗ്നൽസിനെ നമുക്ക് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ടും ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് വിച്ച് യൂസസ് ട്രാൻസിസ്റ്റേഴ്സ് ഫോർ ആംപ്ലിഫൈയിങ് ഈസ് നോൺ ആസ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. അതായത് ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ യൂസ് ചെയ്യുക. അപ്പൊ ഏതൊരു സർക്യൂട്ടാണോ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ട്രാൻസിസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്, ആ സർക്യൂട്ടിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ഒരു അപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആംപ്ലിഫയർ. നെക്സ്റ്റ് ഇൻ അതർ ഇമ്പോർട്ടന്റ് അപ്ലിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ഈസ് ആസ് എ സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച്. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ നെക്സ്റ്റ് ഒരു അപ്ലിക്കേഷൻ ആണ് സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച്. സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്കിപ്പോ സാധാരണ ഒരു സ്വിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ട് അതിന് ഫിസിക്കലി ഒരു പാർട്ട് ഉണ്ട് അല്ലെ? നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോർഷൻ ഉണ്ട്. എന്നാൽ സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് നത്തിങ് ബട്ട് എ സ്വിച്ച് വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് എനി ഫിസിക്കൽ ഓൺ ഓർ ഓഫ് കോണ്ടാക്ട്സ് ഫോർ സ്വിച്ചിങ്. ഈ സോളിഡ് സ്റ്റേറ്റ് സ്വിച്ചിന് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഈ സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച് അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് സോളിഡ് സ്റ്റേറ്റ് റിലേ. സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫിസിക്കൽ ആയിട്ട് ഓൺ ഓഫ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴാ ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ എക്സ്റ്റേണലി ഒരു AC ഓർ DC സപ്ലൈ കൊടുക്കുന്ന സമയത്താണ് സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുക. ഈ സ്വിച്ചിന്റെ ടെർമിനൽസിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് AC അല്ലെങ്കിൽ DC സപ്ലൈ കൊടുക്കുമ്പോൾ അത് ഓപ്പറേറ്റ് ആവും. അല്ലാണ്ട് നമ്മൾ സാധാരണ കാണുന്ന സ്വിച്ചിന്റെ പോലെ അതിനൊരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. സോ ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് സോളിഡ് സ്റ്റേറ്റ് സ്വിച്ച്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ട്രാൻസിസ്റ്റർ? വാട്ട് ഈസ് എ ട്രാൻസിസ്റ്റർ? Transistors are two PN junction diodes connected back to back. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് PN ജംഗ്ഷൻ ഡയോഡുകൾ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ടു PN ജംഗ്ഷൻ ഡയോഡ്സ് കണക്റ്റഡ് ബാക്ക് ടു ബാക്ക്. ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് രണ്ട് PN ജംഗ്ഷൻ ഡയോഡുകൾ ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് കണക്ട് ചെയ്തതാണ് എന്ത്? ട്രാൻസിസ്റ്റർ. ബിഫോർ ദി ഇൻവെൻഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, വാക്വം ട്യൂബ്സ് were used in amplifiers. ഞാൻ മുന്നേ പറഞ്ഞു, നമ്മൾ ആംപ്ലിഫയേഴ്സിൽ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും. പക്ഷെ ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് എന്ത്? വാക്വം ട്യൂബ്സ്. ആംപ്ലിഫയറിൽ ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്തിരുന്നതാണ് എന്ത്? വാക്വം ട്യൂബ്സ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഈ ഫിഗർ ഫസ്റ്റ് ഫിഗർ എ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താ? സം ടിപ്പിക്കൽ ട്രാൻസിസ്റ്റേഴ്സ്. കുറച്ച് ട്രാൻസിസ്റ്റേഴ്സ് ആണ് എ പാർട്ടിൽ കാണിക്കുന്നത്. ഇപ്പൊ ട്രാൻസിസ്റ്ററിന്റെ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ പേരൊക്കെ കൊടുക്കുക. അത് കമ്മിങ് സ്ലൈഡ്സിൽ പറഞ്ഞു തരാം. T005 ഇപ്പൊ പറഞ്ഞല്ലോ 3 or 4 ടെർമിനൽസ് ആണ് ഒരു ട്രാൻസിസ്റ്ററിന് ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ കാണിച്ചതിന് കണ്ടു 3 ടെർമിനൽസ് ആണുള്ളത്. ഈ TO05 ഈ ട്രാൻസിസ്റ്ററിന് 4 ടെർമിനൽസ് ഉണ്ട്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഇത് അതിന്റെ താഴ്ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ 3 ടെർമിനൽസ് ഉണ്ടല്ലോ, അതാണ് ഈ 1 2 3 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ നെക്സ്റ്റ് ബി എന്ന് പറയുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ട്രാൻസിസ്റ്ററിന്റെ സിംബൽസ് ആണ്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിംബൽസ് ആവും. NPN ട്രാൻസിസ്റ്റർ, അതുപോലെ PNP ട്രാൻസിസ്റ്റർ, ഇത് ഷീൽഡ് ട്രാൻസിസ്റ്റർ, അങ്ങനെ 3 എണ്ണം. ഇതിലെ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും ആണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ സർക്യൂട്ട്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ 2 ട്രാൻസിസ്റ്റർ ആണ്, NPN-ഉം PNP. ഇത് രണ്ടും നമുക്ക് മാറിപ്പോകുന്ന ഒരു സാധനങ്ങളാണ് സിംബൽസ് വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് NPN ഏതാ PNP ഏതാന്ന് തെറ്റിപ്പോവാൻ ചാൻസ് ആണ്. അപ്പൊ അതിൽ ഈ ആരോ ശ്രദ്ധിച്ചാൽ മതി. NPN ട്രാൻസിസ്റ്റർ ആവുമ്പോൾ എമിറ്ററിലേക്കുള്ള ഈ ആരോ, കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പുറത്തേക്കായിരിക്കും. PNP എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എമിറ്ററിന് ഉള്ളിലേക്കായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഓൾമോസ്റ്റ് എല്ലാ സർക്യൂട്ടിലും യൂസ് ചെയ്യുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ NPN വരയ്ക്കുമ്പോൾ എപ്പോഴും ആരോ പുറത്തേക്ക് ഇടുക, ആരോ അകത്തേക്ക് ആയി കഴിഞ്ഞാൽ PNP ട്രാൻസിസ്റ്റേഴ്സ്. ഇതാണ് കുറച്ച് ട്രാൻസിസ്റ്റേഴ്സും അതിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് സിംബൽസും. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്ററിന്റെ ഏറ്റവും വലിയൊരു അപ്ലിക്കേഷൻ ആണ് ആംപ്ലിഫിക്കേഷൻ. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു സിഗ്നലിനെ, ഇഫ് ഇറ്റ് ഈസ് എയ്തർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്കലോ ഏതെങ്കിലും ഒരു സിഗ്നലിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്യും. സോ ഇവിടെ ഇലസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് മൈക്ക് ആണ്. മൈക്ക് ഉണ്ട്, പിന്നെ ഒരു ആംപ്ലിഫയർ, ദെൻ സ്പീക്കർ. സോ മൈക്കിൽ എന്തുണ്ടാവുക? നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പതുക്കെ സംസാരിച്ചാൽ മതി. നമ്മൾ പതുക്കെ സംസാരിച്ചാൽ തന്നെ മൈക്കിൽ നമുക്ക് സ്പീക്കറിലൂടെ ഭയങ്കര സൗണ്ട് ആയിട്ട് കേൾക്കാം. അപ്പൊ മൈക്കിൽ എന്താ ചെയ്യുന്നത്? മൈക്കിൽ പോകുന്ന നമ്മൾ കൊടുക്കുന്ന വോയിസ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്ര ആംപ്ലിറ്റ്യൂഡുള്ള ചെറിയൊരു വോയിസ് സിഗ്നൽ ആണ് നമ്മൾ മൈക്കിലേക്ക് കൊടുക്കുന്നത്. സോ അത് എന്ത് ചെയ്യാണ്? ഒരു ആംപ്ലിഫയർ വെച്ചിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആംപ്ലിഫയർ. സോ മൈക്കിൽ നിന്നുള്ള ഈ സ്മോൾ സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ കൊടുത്ത സിഗ്നലിനേക്കാളും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയിട്ട് എവിടേക്ക് കൊടുക്കും? സ്പീക്കറിൽ. സോ അതാണ് നമ്മൾ ചെറുതായിട്ട് പറയുന്ന കാര്യം നമുക്ക് ലൗഡ് സ്പീക്കറിൽ സൗണ്ട് കൂടിയിട്ട് കേൾക്കണത്. കാരണം ആംപ്ലിഫിക്കേഷന്റെ ഒരു സിമ്പിൾ ഇലസ്ട്രേഷൻ ആണ്. ഇതിന്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറും ഇതിന്റെ സർക്യൂട്ടും ഒക്കെ അപ്കമിങ് സെഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഈ സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഇപ്പോ ഞാൻ മുന്നേ പറഞ്ഞു ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 PN ജംഗ്ഷൻ ഡയോഡ്സ് കണക്റ്റഡ് ബാക്ക് ടു ബാക്ക്. ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് 2 PN ജംഗ്ഷൻസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിസ്റ്റർ എന്ന് പറയാം. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 PN ജംഗ്ഷൻ ഡയോഡുകളാണ് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 ഡയോഡ് ഉണ്ട്, ഡയോഡ് 1 ആൻഡ് ഡയോഡ് 2.
ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡയോഡ് കാണാം, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. സോ ഈ ടെർമിനൽ ഡയോഡിന്റെ നെഗറ്റീവ് ആണ് ആൻഡ് ദിസ് ടെർമിനൽ ഈസ് പോസിറ്റീവ് ഓഫ് ദി ഡയോഡ്. ആൻഡ് ഹിയർ ഇവിടെ എന്താ, ഇതാണ് ഡയോഡിന്റെ പോസിറ്റീവ്, ഇതാണ് ഡയോഡിന്റെ നെഗറ്റീവ്. അപ്പൊ നോക്കിയേ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ N, then പോസിറ്റീവ് P, then പോസിറ്റീവ് P ആൻഡ് നെഗറ്റീവ് N. സോ എന്താ, രണ്ട് ഡയോഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാ ഈ NP നെയാണ് ഇവിടെ NP എന്ന് കാണിച്ചു, ഈ PN നെ P എന്ന് കാണിച്ചു. സോ ഈ രണ്ട് പിയും കൂടി എന്താണ്, അത് രണ്ടും സെയിം ആണ് അല്ലെ, P. സോ NPN. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, NPN ട്രാൻസിസ്റ്റർ. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞു NPN ട്രാൻസിസ്റ്റർ ആകുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എമിറ്ററിലോട്ട് പുറത്തേക്കാണ് ഉണ്ടാവുക. സോ ഇതാണ്. അപ്പൊ ഈ ഫിഗർ നോക്കി വെക്കുക, രണ്ട് ഡയോഡ് ബാക്ക് ടു ബാക്ക്, രണ്ട് PN ജംഗ്ഷൻ ഡയോഡ്സ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഫിഗർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് നേരെ തിരിച്ചു വരയ്ക്കുകയാണെങ്കിൽ ഈ Nന് പകരം PNP വരയ്ക്കാം. അപ്പൊ ഡയോഡിന്റെ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, PNP ട്രാൻസിസ്റ്റർ കിട്ടും. ഫിഗർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വം ട്യൂബ്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസിസ്റ്റേഴ്സ് ഇൻവെന്റ് ചെയ്യുന്നതിന് മുന്നേ ആംപ്ലിഫയറിൽ യൂസ് ചെയ്തിരുന്നതാണ് എന്ത്, വാക്വം ട്യൂബ്സ്. സോ വാക്വം ട്യൂബും ട്രാൻസിസ്റ്ററും കൂടിയിട്ടുള്ള ഒരു ഫിഗർ ആണ്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വാക്വം ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറും എല്ലാം നമ്മുടെ ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് വളരെ കോംപ്ലക്സ് ആണ്, ഒരുപാട് സൈസും കൂടുതലാണ്. സോ അപ്പൊ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ, വാക്വം ട്യൂബും ട്രാൻസിസ്റ്റർ എത്ര ചെറുതാന്ന് നിങ്ങൾക്കറിയാം. സോ വാക്വം ട്യൂബിനെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര സൈസ് കൂടുതലാണെന്ന്. സോ വാക്വം ട്യൂബും ട്രാൻസിസ്റ്ററും കൂടി കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിഗർ ആണ് അത്. സോ നെക്സ്റ്റ് പറയുന്നത്, സ്ലൈഡിൽ പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രീവിയസ്ലി യൂസ്ഡ് വാക്വം ട്യൂബ്സ് ഓർ വാൾവ്സ്. ഈ വാക്വം ട്യൂബിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് കേട്ടോ, വാൾവ്. വാക്വം ട്യൂബ്സ് അല്ലെങ്കിൽ വാൾവ് എന്നാണ് പറയാം. സോ അപ്പോ ഈ നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത് വാക്വം ട്യൂബുകളാണ് ആംപ്ലിഫയറിൽ. അപ്പൊ ഈ വാക്വം ട്യൂബുകൾക്ക് എന്തെങ്കിലും ഒക്കെ ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നേരത്തെ പറഞ്ഞ രണ്ടുപേരും കൂടിയിട്ട് വാക്വം ട്യൂബ്സ് അല്ല, ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തിട്ടുണ്ടാവുക. സോ എന്തായിരുന്നു ഈ വാക്വം ട്യൂബ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ ഈസ് ബിഗ് ഇൻ സൈസ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ഫിഗറിൽ കണ്ടു, വാക്വം ട്യൂബ്സിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. കൺസ്യൂം മോർ പവർ, അതായത് ഓപ്പറേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് അത് കൺസ്യൂം ചെയ്യുന്ന പവർ അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. ജനറേറ്റഡ് ലോട്ട് ഓഫ് അൺവാണ്ടഡ് ഹീറ്റ്. അതുപോലെ ഓപ്പറേഷന്റെ സമയത്ത് ഒരുപാട് പവർ എടുക്കുന്നത് കൊണ്ട് തന്നെ അതെന്താ, ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹീറ്റ്, ഒരുപാട് ചൂട് ജനറേറ്റ് ചെയ്യും. അതായത് ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടായി പോകും. ദെൻ ഇറ്റ് വാസ് ഫ്രജൈൽ ആയിരുന്നു. ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഒന്നല്ല, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു വാക്വം ട്യൂബ്സിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വാക്വം ട്യൂബ്സ് അല്ലാതെ വേറെ എന്ത് യൂസ് ചെയ്യാം എന്നതിൽ നിന്ന് നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് എത്തിയത്. സോ വാക്വം ട്യൂബ്സിന് ഇത്ര ഡിസ്അഡ്വാൻറ്റേജസ് പറയുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. വാക്വം ട്യൂബ്സ് ബിഗ് ഇൻ സൈസ് ആകുമ്പോൾ നോർമലി ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, വെരി സ്മോൾ ഇൻ സൈസ്. നമുക്കൊരു ട്രാൻസിസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്മോൾ ആണ്. ദെൻ ലൈറ്റ് ഇൻ വെയിറ്റും വളരെ കുറവാണ്. ട്രാൻസിസ്റ്റർ നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ വളരെ ചെറുതാണ്, സൈസും കുറവാണ്, വെയിറ്റും കുറവാണ്. ദെൻ പവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം ഓർ നോ പവർ ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. വാക്വം ട്യൂബ്സ് ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് പവർ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ചൂടായിട്ട് ഹീറ്റ് ആയിട്ട് അത് പുറത്തേക്ക് തള്ളുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. മിനിമം അല്ലെങ്കിൽ ഒട്ടും തന്നെ പവർ ലോസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ലോ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. 0.7 വോൾട്ട് അല്ലെങ്കിൽ 0.3 വോൾട്ട്, അത്രയും ചെറിയ വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഓപ്പറേറ്റ് ആയിക്കോളും. ദെൻ റഗ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. സോ ഏറ്റവും
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റഗ്ഡിങ് കൺസ്ട്രക്ഷൻ. അതായത് വാക്വം ട്യൂബ്സ് പറഞ്ഞു ഇറ്റ് വാസ് ഫ്രജൈൽ, അതല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോന്ന് പറഞ്ഞു. സോ ട്രാൻസിസ്റ്റേഴ്സ് എന്താക്കി, ഫ്രജൈൽ അല്ലാണ്ട് റഗ്ഡ് ആക്കി, അതായത് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാതെ. ഇപ്പൊ നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല നമ്മളിപ്പോ ഒരു സർക്യൂട്ടിലൊന്നും യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ എന്തായി, ഫ്രജൈൽ മാറ്റിയിട്ട് റഗ്ഡിങ് കൺസ്ട്രക്ഷൻ ആയി. സോ ഇതാണ് ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന വാക്വം ട്യൂബ്സ് അല്ലെങ്കിൽ വാൾവ്സിന്റെ ഡിസഡ്വാൻറ്റേജും കമ്പയറിംഗ് ഇറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ട്രാൻസിസ്റ്റേഴ്സ് ആർ ഗിവൺ എ ടൈപ്പ് നമ്പർ. അതായത് ഓരോ ട്രാൻസിസ്റ്ററിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിപ്പോ ഈ നെക്സ്റ്റ് പോർഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓരോ ട്രാൻസിസ്റ്റേഴ്സിനും ഓരോ പേരുണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ട്രാൻസിസ്റ്ററിന് ടൈപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ്. ആ കുറച്ച് ടൈപ്പ് നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് BC107, 2N6004, ഇങ്ങനെ ഓരോ ടൈപ്പ് നമ്പേഴ്സ് നമ്മൾ ട്രാൻസിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. ദി ക്യാരക്ടറിസ്റ്റിക്സ് ഡാറ്റ കറസ്പോണ്ടിങ് ടു ദീസ് ടൈപ്പ് നമ്പേഴ്സ് ആർ ഗിവൺ ഇൻ ട്രാൻസിസ്റ്റർ ഡാറ്റ ബുക്ക്. ട്രാൻസിസ്റ്റർ ഡാറ്റ ബുക്കുകളിലാണ് ഈ ഓരോ ടൈപ്പ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിന്റെ എല്ലാ ഡാറ്റാസ് കൊടുത്തിരിക്കുന്നത്. ഈ ട്രാൻസിസ്റ്റർ ഡാറ്റ ബുക്കിൽ നിന്ന് നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ എല്ലാ ഡാറ്റാസും നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്. അപ്പൊ ഇതുവരെയുള്ള പോർഷൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓഡിബിൾ അല്ലെങ്കിലോ സ്ക്രീൻ കാണുന്നില്ലെങ്കിലോ ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിലോ ഇടയ്ക്കൊന്ന് പറയണം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ ഇതുവരെ നമ്മൾ ട്രാൻസിസ്റ്റർ എന്താന്ന് പറഞ്ഞു, ട്രാൻസിസ്റ്ററിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ ട്രാൻസിസ്റ്ററിനെ തന്നെ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സെമി കണ്ടക്ടർ യൂസ്ഡ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. സോ ഏത് തരം സെമി കണ്ടക്ടർ ആണ് യൂസ് ചെയ്യുന്നത്, ആ ട്രാൻസിസ്റ്ററിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് എന്ത് സെമി കണ്ടക്ടർ ആണ് യൂസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ വേ ദ പി ആൻഡ് എൻ ജംഗ്ഷൻസ് ആർ ഓർഗനൈസ്ഡ്. ഇപ്പൊ രണ്ട് പി എൻ ജംഗ്ഷൻ ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു ട്രാൻസിസ്റ്ററിൽ. അത് ഏത് തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു NPN ട്രാൻസിസ്റ്ററിൽ ആ ഡയോഡ് വെച്ചിരിക്കുന്ന ആ ഒരു ഫോർമാറ്റ്, അത് നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ PNP ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ആ ജംഗ്ഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദി പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്ററിന് എത്രത്തോളം പവർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതായത് ചെറിയ പവറിൽ വർക്ക് ചെയ്യോ അതോ ഒരുപാട് പവർ വേണോ, അത് ഓരോ ട്രാൻസിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് അപ്ലിക്കേഷൻ. അതായത് ഓരോ ട്രാൻസിസ്റ്ററും എത്ര ഫ്രീക്വൻസി റേഞ്ചിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ബേസ്ഡ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് അപ്ലിക്കേഷൻ. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മാനുഫാക്ചറിങ് മെത്തേഡ്. കുറെ മാനുഫാക്ചറിങ് മെത്തേഡ്സ് ഉണ്ട് ട്രാൻസിസ്റ്റേഴ്സിന്. കുറെ തരത്തിലാണ് ട്രാൻസിസ്റ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ആ ഓരോന്നും ഉണ്ടാക്കുന്ന മെത്തേഡിനനുസരിച്ചിട്ട് കുറെ തരത്തിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഫൈനൽ പാക്കേജിങ്. അതായത് ഏറ്റവും ലാസ്റ്റ്, അതായത് വരുന്നത് പ്ലാസ്റ്റിക് ആണോ സെറാമിക് ആണോ, എന്താണ് ആ ഫൈനൽ പാക്കേജിങ് ട്രാൻസിസ്റ്ററിന്റെ, അതിനെ ബേസ് ചെയ്തിട്ടും കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ ഇത്രയും 6 ടൈപ്സ് ഓഫ് 6 തരത്തിലാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതില് ഓരോന്നുമാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ 6 തരത്തിലാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദി സെമി കണ്ടക്ടർ യൂസ്ഡ്. ഏത് സെമി കണ്ടക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് മെയിൻലി 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്, 2 തരമുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജെർമേനിയം ട്രാൻസിസ്റ്റർ ആൻഡ് സെക്കൻഡ് വൺ സിലിക്കോൺ ട്രാൻസിസ്റ്റർ. മെയിൻ ആയിട്ടും ട്രാൻസിസ്റ്ററിൽ യൂസ് ചെയ്യുന്നത് 2 സെമി കണ്ടക്ടേഴ്സ് ആണ്, ജെർമേനിയവും സിലിക്കണും. അപ്പൊ അതിനനുസരിച്ചിട്ട് 2 തരം ട്രാൻസിസ്റ്റർ ഉണ്ടാവുക, ജെർമേനിയം ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സ്. അത് നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് യൂസിങ് സിലിക്കോൺ. ഒരുവിധം എല്ലാ ട്രാൻസിസ്റ്റേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് സെമി കണ്ടക്ടർ വെച്ചിട്ടാണ്, സിലിക്കോൺ വെച്ചിട്ടാണ്.
Silicon transistors works better over a wide temperature range compared to germanium transistors. സോ എന്തുകൊണ്ടാണ് ജെർമേനിയം ട്രാൻസിസ്റ്ററിനേക്കാളും നമ്മൾ വൈഡ് ആയിട്ട് സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ കാരണം? ബിക്കോസ് ഓഫ് ദി ഹൈ തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ് സിലിക്കോൺ ട്രാൻസിസ്റ്റേഴ്സിന്. തെർമൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യാം. ജെർമേനിയം ട്രാൻസിസ്റ്റർ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അതിനേക്കാളും കൂടുതലായിട്ട് ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സിനാണ് കൂടുതൽ. സോ ഒരുപാട് ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ജെർമേനിയം ട്രാൻസിസ്റ്റേഴ്സ് ആർ പ്രിഫേർഡ് ഓവർ സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സ്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സെമി കണ്ടക്ടറിൽ നമുക്ക് രണ്ട് തരം ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, ജെർമേനിയം ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ ദി വേ പി ആൻഡ് എൻ ജംഗ്ഷൻസ് ആർ ഓർഗനൈസ്ഡ്. പിയും എന്നും ജംഗ്ഷൻസിന്റെ ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട്. സോ അതിൽ നമുക്ക് ടു ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് വരുന്നത്, NPN ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് PNP ട്രാൻസിസ്റ്റേഴ്സ്. ഇത് നമ്മൾ മുന്നേ ആ ഡയഗ്രത്തിൽ കണ്ടതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഇതിൽ നോക്കി അറിയാം. NPN ട്രാൻസിസ്റ്റർ, ഇവിടെ നേരത്തെ കണ്ട ഡയോഡിന്റെ ഫിഗർ ഒന്ന് ഓർക്കുക. NPN ട്രാൻസിസ്റ്റർ, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ നേരെ തിരിച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഡയോഡിനെ നേരെ തിരിച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PNP ട്രാൻസിസ്റ്റർ കിട്ടും. പിന്നെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് മെയിൻലി 3 ടെർമിനൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആ 3 ടെർമിനൽസ് ആണ് ഏതൊക്കെ? ബേസ്, എമിറ്റർ, കളക്ടർ. അതിപ്പോ PNP ആണെങ്കിലും 3 ടെർമിനൽസ്, ബേസ്, കളക്ടർ, എമിറ്റർ, 3 ടെർമിനൽസ് ഉണ്ടാവും. സോ കളക്ടറിനും ബേസിനും ഇടയ്ക്കുള്ള ഈ ജംഗ്ഷൻ, ഇതാണ് കളക്ടർ, സെന്ററിലാണ് ബേസ് ഉണ്ടാവുക. സോ കളക്ടറിനും ബേസിനും ഇടയ്ക്കുള്ള ഈ ജംഗ്ഷൻ ആണ് ബേസ് കളക്ടർ ജംഗ്ഷൻ. ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള ജംഗ്ഷൻ ആണ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. അതുപോലെ തന്നെ PNPക്കും സിമിലർ ആണ്. പിന്നെ അതുപോലെ തന്നെ സിംബൽസ് ആണ് കൊടുത്തിരിക്കുന്നത് NPNന്റെയും PNPയുടെയും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ NPN ആവുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എമിറ്ററിലേക്ക് പുറത്തോട്ടാവും ഉണ്ടാവുക. PNP ആവുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ അകത്തേക്കാണ് ഉണ്ടാവുക. ഇനിയിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു കമ്പയറിംഗ് വിത്ത് ജെർമേനിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ഈ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്, ഇതും ഞാൻ പറഞ്ഞു നേരത്തെ, NPN ട്രാൻസിസ്റ്റേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ദ റീസൺ ദാറ്റ് NPN ഹാസ് ഹയർ സ്വിച്ചിങ് സ്പീഡ് കമ്പയർ ടു PNP. NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓൺ കമ്പയറിംഗ് വിത്ത് PNPനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ NPN ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ പറയുന്നത് എന്താ? NPN ഹാസ് ഹയർ സ്വിച്ചിങ് സ്പീഡ്. NPNന്റെ സ്വിച്ചിങ് സ്പീഡ് കൂടുതലാണ്. സോ വാട്ട് ഈസ് ദിസ് സ്വിച്ചിങ് സ്പീഡ്? സ്വിച്ചിങ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതൊരു സർക്യൂട്ട് ആയാലും നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ്ങിലി നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സിലെ ഓരോ സർക്യൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ഒക്കെ ചെയ്യണമെങ്കിൽ 1 കൊടുക്കും, 0 കൊടുക്കും, അതിന് കറസ്പോണ്ടിങ്ങിലായിട്ട് ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ചാ വരുന്നത് നോക്കൂ അല്ലെ. സോ നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എത്ര പെട്ടെന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, ആ ഒരു ഡിലേ, അതിനെയാണ്, അതായത് ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അല്ലാതെ ഇൻപുട്ട് കൊടുത്ത് കുറെ സമയം കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെ. എത്ര സ്പീഡിൽ നമ്മൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തിലും ചേഞ്ച് ഉണ്ടാവണം, ഔട്ട്പുട്ടിലും ചേഞ്ച് ഉണ്ടാവണം. സോ അത് NPN ട്രാൻസിസ്റ്റേഴ്സിനാണ് കൂടുതൽ. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്വിച്ചിങ് സ്പീഡ് ഏറ്റവും കൂടുതൽ വരുന്നത് NPN ട്രാൻസിസ്റ്റേഴ്സിനാണ് ഓൺ കമ്പയറിംഗ് ടു PNP. അതുകൊണ്ട് ഏറ്റവും യൂസ് ചെയ്യുന്നത് NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ്. സോ സെക്കൻഡ് ക്ലാസിഫിക്കേഷനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Then third one, based on the power handling capacity of transistors. അതായത് ഓരോ ട്രാൻസിസ്റ്ററിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവറിന്റെ റേഞ്ച് ഉണ്ടായിരിക്കും. അത്ര പവർ റേഞ്ചിലുള്ള, അത്ര പവറിലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ പവർ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്റർ ഡിസ്ട്രക്റ്റ് ആയിട്ട് പോകും. സോ അതിനെ ബേസ് ചെയ്തിട്ട് മെയിൻലി 3 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്: ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ്, മീഡിയം പവർ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ്. സോ ഇവിടെ ഒരു ടേബിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതില് ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സ് വിച്ച് ഓപ്പറേറ്റ്സ് ഇൻ പവർ ലെസ് ദാൻ 2 വാട്ട്സ്. 2 വാട്ടിന് താഴെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ലോ പവർ ട്രാൻസിസ്റ്റർ. ഇൻ ബിറ്റ്വീൻ 2 to 10 വാട്ട്സ്,
2നും 10നും 2 വാട്ടിനും 10 വാട്ടിനും ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? മീഡിയം പവർ ട്രാൻസിസ്റ്റേഴ്സ്. ആൻഡ് ദ ട്രാൻസിസ്റ്റേഴ്സ് വിച്ച് ഓപ്പറേറ്റ് മോർ ദാൻ 10 വാട്ട്സ്, 10 വാട്ടിൽ മേലെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്, അല്ലെങ്കിൽ അതിന് അത്രയും പവർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതാണ് എന്ത്? ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ്. സോ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ലോ പവർ ട്രാൻസിസ്റ്റർ TO92, മീഡിയം പവർ ട്രാൻസിസ്റ്റർ TO05, ഹൈ പവർ ട്രാൻസിസ്റ്റർ TO03. അപ്പൊ ജസ്റ്റ് 3 പേരും നോട്ട് ചെയ്തോളാം. ലോ പവർ ട്രാൻസിസ്റ്ററിന്റെ ഒരു എക്സാമ്പിൾ TO92, മീഡിയം ആകുമ്പോൾ TO05, ഹൈ പവർ ആകുമ്പോൾ TO03. ഫിഗറും ഓരോന്നിന്റെയും നോട്ട് ചെയ്യാം. നിങ്ങളുടെ സിലബസിൽ ഓരോ ഫിഗർ ആണുള്ളത്. അപ്പൊ ആ ഓരോ ഫിഗർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സോ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് മെയിൻലി 3 ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ഉണ്ട്: ലോ പവർ, മീഡിയം പവർ ആൻഡ് ഹൈ പവർ ട്രാൻസിസ്റ്റർ. ഇനി ഓരോന്നിനെയും കുറിച്ചിട്ട് പറയാണ്. 3 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഓരോ ടൈപ്സിനെയും പറ്റിയിട്ട് പറയാണ്. ഫസ്റ്റ് വൺ, ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ്, ഓൾസോ നോൺ ആസ് സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ്, are generally used at the first stage of amplification in which strength of the signal to be amplified is low. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്ലൈഡില് ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ, 2 വാട്ടിന് താഴെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ലോ പവർ ട്രാൻസിസ്റ്റർ. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോ പവർ ട്രാൻസിസ്റ്റേഴ്സിന്റെ വേറൊരു പേരാണ് സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. അപ്പൊ ലോ പവർ സ്മോൾ സിഗ്നൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ യൂസ് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ആംപ്ലിഫിക്കേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്ത് യൂസ് ചെയ്യുക? ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. അവിടെ എന്താ? ഇൻ വിച്ച് സ്ട്രെങ്ത് ഓഫ് ദി സിഗ്നൽ ടു ബി ആംപ്ലിഫൈഡ് ഈസ് ലോ. നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നലിന്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. ചെറിയ ഒരു സിഗ്നലിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടുവെങ്കിൽ അവിടെ നമ്മൾ എന്താണ് വെക്കുക? ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് ഓർ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ. സോ അതാണ് അതിന്റെ അപ്ലിക്കേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ടു ആംപ്ലിഫൈ സിഗ്നൽസ് ഫ്രം എ മൈക്രോഫോൺ, ടേപ്പ് ഹെഡ്, ട്രാൻസ്ഡ്യൂസേഴ്സ് എക്സെട്ര. ഇവിടെയൊക്കെ മൈക്രോഫോണില്, ടേപ്പ് ഹെഡില്, ട്രാൻസ്ഡ്യൂസേഴ്സില് ഇവിടെയൊക്കെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെയൊക്കെ വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡും സ്ട്രെങ്ത് ഒക്കെ വളരെ കുറഞ്ഞ ചെറിയ ചെറിയ സിഗ്നൽസ് ആയിരിക്കും. സോ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് ഓർ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷനിൽ. നെക്സ്റ്റ് വന്നതാണ് മീഡിയം പവർ ആൻഡ് ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ്. ഇത് എവിടെയായിരുന്നു? 2 to 10 വാട്ട്സ് ആയിരുന്നു ഇതിന്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. 2 to 10 വാട്ട്സിലായതുകൊണ്ട് ഇത് മീഡിയം പവർ ആൻഡ് ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സിനെ നമ്മൾ ഒരുമിച്ച്, മീഡിയം ആകുമ്പോൾ 2 to 10 വാട്ട്സ്, ഹൈ പവർ ആകുമ്പോൾ 10 വാട്ട്സിനേക്കാളും മുകളില്. സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് ആർ യൂസ്ഡ് ഫോർ അച്ചീവിംഗ് മീഡിയം ടു ഹൈ പവർ ആംപ്ലിഫിക്കേഷൻ. ഒരു മീഡിയം ലെവൽ ആംപ്ലിഫിക്കേഷൻ, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന്റെ ഒരു മീഡിയം ലെവൽ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈ പവർ ആംപ്ലിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? മീഡിയം ആൻഡ് ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ്. സോ അതിനെ പറയുന്ന പേരാണ് ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. മീഡിയം ആൻഡ് ഹൈ പവർ ആർ ടുഗദർ നോൺ ആസ് ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്, വൈൽ ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് ആർ നോൺ ആസ് സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. ഇതിനെ മീഡിയത്തിനും ഹൈനും കൂടിയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് സിഗ്നൽസ് ടു ബി ഗിവൺ ടു ലൗഡ് സ്പീക്കേഴ്സ്. ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ, അതായത് ലൗഡ് സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു സിഗ്നലിനെ നമുക്ക് ഒരുപാട് വലിയ സൗണ്ട് ആയിട്ട് നമുക്ക് കേൾക്കണം അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ വളരെ കൂടുതലായിരിക്കണം. അവിടെയാണ് നമ്മൾ ഈ ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇനി ഹൈ പവർ ട്രാൻസിസ്റ്ററിന്റെ ഒരു കാര്യം പറയുന്നത്, ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂഷ്വലി മൗണ്ടഡ് ഓൺ മെറ്റൽ ചാസിസ് ഓർ ഓൺ എ ഫിസിക്കലി ലാർജ് പീസ് ഓഫ് മെറ്റൽ നോൺ ആസ് ഹീറ്റ് സിങ്ക്. ഈ ഹൈ പവർ ട്രാൻസിസ്റ്ററിനെ എപ്പോഴും മൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ വെക്കുന്നത് എവിടെയാണ്? ഒരു വലിയ ഒരു മെറ്റൽ പീസിന്റെ മുകളിലാണ് അതിനെ മൗണ്ട് ചെയ്ത് വെക്കുന്നത്. ആ മെറ്റൽ പീസിനെ പറയുന്ന പേരാണ് ഹീറ്റ് സിങ്ക്. ദ ഫംഗ്ഷൻ ഓഫ് ഹീറ്റ് സിങ്ക് ഈസ് ടു ടേക്ക് അവേ ദ ഹീറ്റ് ഫ്രം ദി ട്രാൻസിസ്റ്റർ ആൻഡ് പാസ് ഇറ്റ് ടു എയർ. അതായത് ഏതൊരു സാധനമായാലും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ട്രാൻസിസ്റ്റർ ആയാലും ചൂടാവും. അപ്പൊ ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഹൈ പവർ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന, അതിന്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അത്രയും കൂടുതലല്ലേ. അപ്പൊ അത്രയും പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാരണം അവിടെ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ ഈ ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്യുന്നത് കൊണ്ട് ഹീറ്റ് സിങ്ക് എന്ത് ചെയ്യും? ഈ ട്രാൻസിസ്റ്ററിൽ വരുന്ന ഹീറ്റിനെ എടുത്തിട്ട് പുറത്തേക്ക് കളയും. സോ അതാണ് ഹീറ്റ് സിങ്കിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഹൈ പവർ ഓർ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്
ഒരു ഹീറ്റ് സിങ്കിലാണ്. ഹീറ്റ് സിങ്കിന്റെ ഫംഗ്ഷൻ നോട്ട് ചെയ്യുക. ഹീറ്റ് സിങ്കിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടേക്ക് അവേ ദ ഹീറ്റ് ഫ്രം ദി ട്രാൻസിസ്റ്റർ ആൻഡ് പാസ് ഇറ്റ് ടു എയർ. അതിനെ ട്രാൻസിസ്റ്ററിന് എടുത്തിട്ട് എയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് അപ്ലിക്കേഷൻ. അതായത് ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ട് ടു ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്. ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ് ഓർ ഓഡിയോ ഫ്രീക്വൻസി ഓർ AF ട്രാൻസിസ്റ്റേഴ്സ്. ദെൻ ഹൈ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ്, റേഡിയോ ഫ്രീക്വൻസി ഓർ RF ട്രാൻസിസ്റ്റേഴ്സ്. എല്ലാ പേരും പഠിക്കുക കേട്ടോ. ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ് തന്നെയാണ് ഓഡിയോ ഫ്രീക്വൻസി ഓർ AF, ഹൈ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ് ഓർ റേഡിയോ ഫ്രീക്വൻസി ഓർ RF ട്രാൻസിസ്റ്റേഴ്സ്. Then amplification required for signals of low or audio range of frequencies in tape recorders, PA systems, etc. make use of AF transistors. അതായത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ സിഗ്നൽ മീൻസ് ഫ്രീക്വൻസി കുറഞ്ഞ സിഗ്നൽസിനെയൊക്കെയാണ് നമ്മൾ എവിടെ ആംപ്ലിഫൈ ചെയ്യുക? ഓഡിയോ ഫ്രീക്വൻസി ഓർ ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ടേപ്പ് റെക്കോർഡറിലൊക്കെ ഫ്രീക്വൻസി കുറവാണ്, ഓഡിയോ ഫ്രീക്വൻസിയാണ്, ഓഡിയോ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുക? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുക. ആംപ്ലിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ സിഗ്നൽസ് ഓഫ് ഹൈ ആൻഡ് വെരി ഹൈ ഫ്രീക്വൻസീസ്. അതായത് ഫ്രീക്വൻസി ഏറ്റവും കൂടിയ സിഗ്നൽസ് സച്ച് ആസ് റേഡിയോ റിസീവേഴ്സ്, ടെലിവിഷൻ റിസീവേഴ്സ് എക്സെട്ര യൂസ് RF ട്രാൻസിസ്റ്റേഴ്സ്. റേഡിയോ, ടെലിവിഷൻ ഇതിലൊക്കെ ഫ്രീക്വൻസി സിഗ്നൽസിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആയിരിക്കും 1 Hz to 3000 GHz അങ്ങനെയുള്ള ആ റേഞ്ചിൽ, അതായത് ഹെർട്സ് ടു ജിഗാഹെർട്സ് റേഞ്ചിൽ അത്രയും സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും റേഡിയോ റിസീവർ ആയാലും ടെലിവിഷൻ റിസീവർ ആയാലും. അപ്പൊ അത്രയും ഹൈ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസിന് ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഹൈ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ്. സോ ഇതാണ് ഫ്രീക്വൻസി ഓഫ് അപ്ലിക്കേഷനിൽ ടു ടൈപ്സ് വരുന്നത്, ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഹൈ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഞാൻ മുന്നേ പറഞ്ഞത് തന്നെ ബേസ്ഡ് ഓൺ ദി മാനുഫാക്ചറിങ് മെത്തേഡ്. ഓരോ ട്രാൻസിസ്റ്റേഴ്സും ഏത് തരത്തിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ബേസ് ചെയ്തിട്ട് 6 ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ ഈ 6 ടൈപ്പിന്റെ പേരുകൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പേര് മാത്രമാണ്, ഓരോന്നിനെയും പറ്റിയിട്ട് പഠിക്കാനില്ല കേട്ടോ. അപ്പൊ പേര് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈപ്പ് ഈസ് ഗ്രോൺ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അലോയ് ജംഗ്ഷൻ, planar type, point contact, epitaxial, NISA. ഇത്രയും ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഏത് തരത്തിലാണ് അതിന്റെ പ്രൊഡക്ഷൻ എന്നതിനെ ബേസ് ചെയ്തിട്ട് 6 ടൈപ്പ് ഉണ്ട്. ദി എയിം ഓഫ് ഈച്ച് മാനുഫാക്ചറിംഗ് പ്രോസസ് ഈസ് ടു yield ട്രാൻസിസ്റ്റേഴ്സ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ. ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷന് ഇപ്പൊ ആംപ്ലിഫയറിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഓരോ ട്രാൻസിസ്റ്ററും മാനുഫാക്ചർ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ടൈപ്സ് വരുന്നത്. നമ്മുടെ ട്രാൻസിസ്റ്റർ കൊണ്ട് എന്താണോ നമ്മൾ അപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് അതില് ആ ട്രാൻസിസ്റ്ററിന്റെ ബെസ്റ്റ് നമുക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് ഈ 6 തരത്തിൽ വരുന്നത് ട്രാൻസിസ്റ്ററിന്റെ മാനുഫാക്ചറിങ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഫൈനൽ പാക്കേജിങ്. ഞാൻ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണുന്ന ട്രാൻസിസ്റ്ററിന്റെ പുറം ഭാഗത്തിന് വെച്ചിട്ട്, അതായത് ഏറ്റവും ലാസ്റ്റ് അതിനെ എങ്ങനെ പാക്ക് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് മെയിൻലി 3 ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ആണുള്ളത്. മെറ്റൽ ട്രാൻസിസ്റ്റേഴ്സ്, പ്ലാസ്റ്റിക് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സെറാമിക് ട്രാൻസിസ്റ്റേഴ്സ്. ഇനി ഓരോന്നിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. മെറ്റൽ പാക്കേജ് ട്രാൻസിസ്റ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഇൻ മീഡിയം ആൻഡ് ഹൈ പവർ ആംപ്ലിഫിക്കേഷൻ. മീഡിയം ഹൈ പവർ ആംപ്ലിഫിക്കേഷൻസിലാണ് എന്ത് യൂസ് ചെയ്യുക? മെറ്റൽ പാക്കേജ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ലോ പവർ ആംപ്ലിഫിക്കേഷൻ. ചെറിയ ആംപ്ലിഫിക്കേഷൻ നമ്മൾ മുന്നേ പറഞ്ഞ പോലത്തെ ലോ പവർ ആംപ്ലിഫിക്കേഷൻസിനാണ് പ്ലാസ്റ്റിക് പാക്കേജിംഗ് യൂസ് ചെയ്യുക. സം പ്ലാസ്റ്റിക് പാക്കേജസ് കം വിത്ത് എ മെറ്റൽ ഹീറ്റ് സിങ്ക്. സച്ച് ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ മീഡിയം പവർ ആംപ്ലിഫിക്കേഷൻ. നോർമലി പ്ലാസ്റ്റിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എന്നാൽ ചില പ്ലാസ്റ്റിക് പാക്കേജസിൽ എന്തും കൂടി വരുന്നുണ്ട്? മെറ്റൽ ഹീറ്റ് സിങ്കും കൂടി വരുന്നുണ്ട്.
അപ്പൊ ആ ഹീറ്റ് സിങ്ക് വരുന്നത് ഇപ്പൊ എന്തിനാ നമ്മൾ മുന്നേ പറഞ്ഞു, ഹൈ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ഹൈ പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ നമുക്ക് ട്രാൻസിസ്റ്ററിന് എടുത്തിട്ട് പുറത്ത് എയറിലേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യാം. അപ്പൊ ചില പ്ലാസ്റ്റിക് പാക്കേജ് ട്രാൻസിസ്റ്ററിൽ എന്തും കൂടി വരുന്നുണ്ട്, മെറ്റൽ ഹീറ്റ് സിങ്കും കൂടി വരുന്നുണ്ട്. സോ ഈ ഹീറ്റ് സിങ്കിന്റെ യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അതിപ്പോ കുറച്ച് ഹൈ പവറിൽ ഓപ്പറേറ്റ് ചെയ്താലും ആ ഹീറ്റിനെ പുറന്തള്ളാൻ പറ്റും. സോ അങ്ങനത്തെ ട്രാൻസിസ്റ്റേഴ്സിനെ ദേ ആർ ഓൾസോ യൂസ് ഫോർ മീഡിയം പവർ ആംപ്ലിഫിക്കേഷൻ. ആ കേസില് പ്ലാസ്റ്റിക് പാക്കേജിനെ എന്തും കൂടി യൂസ് ചെയ്യാം, മീഡിയം പവർ ആംപ്ലിഫിക്കേഷനും കൂടി വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് വൺ ആയിരുന്നു സെറാമിക് പാക്കേജിംഗ്. സെറാമിക് പാക്കേജിംഗ് ഈസ് യൂസ് ഫോർ സ്പെഷ്യൽ പർപ്പസ് വെരി ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസ് ഫോർ ഹയർ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി എക്സെട്ര. സോ സെറാമിക് പാക്കേജിംഗ് ആണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസി അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മെറ്റൽ യൂസ് ചെയ്യുന്നത് മീഡിയം ആൻഡ് ഹൈ പവർ ആംപ്ലിഫിക്കേഷൻ ആണ്. പ്ലാസ്റ്റിക് ലോ പവർ ആംപ്ലിഫിക്കേഷൻ. ഇൻ സർട്ടൻ കേസസ് ഇഫ് ഇറ്റ് കംസ് വിത്ത് എ മെറ്റൽ ഹീറ്റ് സിങ്ക് then it can be used for medium power amplification. Then ceramic packaging is used for very high frequency application. ഫ്രീക്വൻസി ഏറ്റവും കൂടി വെരി ഹൈ ഫ്രീക്വൻസി, ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആ സമയത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക സെറാമിക് പാക്കേജിംഗ് ആയിരിക്കും ഫോർ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾസ് ആണ് കേട്ടോ. സം എക്സാമ്പിൾസ് ഓഫ് പാക്കേജിംഗ് ടൈപ്പ് കോഡ്സ് യൂസ്ഡ് വിത്ത് ട്രാൻസിസ്റ്റേഴ്സ് ആർ TO3, TO92. അതായത് ട്രാൻസിസ്റ്ററിന്റെ കോഡുകളാണ്. TO3, TO92, SOT25 എന്നൊക്കെ പറയുന്നത് ട്രാൻസിസ്റ്ററിന്റെ കോഡുകളാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എത്ര ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ, എത്ര തരമുണ്ട്, ട്രാൻസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻസിന്റെ അടിയിലും കുറെ ചിലതിൽ 3 2 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻസൈഡ് എ ട്രാൻസിസ്റ്റർ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ട്രാൻസിസ്റ്ററിന്റെ ബേസിക്സ് എന്താണ്, ട്രാൻസിസ്റ്റർ പുറം ഭാഗം എങ്ങനെയിരിക്കും, എത്ര ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ്, ഇൻസൈഡ് എ ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിൽ എന്താണ്? ഇൻസൈഡ് എ ട്രാൻസിസ്റ്റർ ദർ ആർ 2 PN junctions connected to each other. നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ് ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിൽ എന്താണുള്ളത്, 2 PN junctions ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 PN junctions ആണ് ഉള്ളത്. ഔട്ട്സൈഡ് എ ട്രാൻസിസ്റ്റർ വൺ ക്യാൻ സീ ഓൺലി 3 leads. ഇപ്പൊ ഉള്ളിൽ ഇങ്ങനെ 2 PN junctions ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പുറത്തേക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, 3 ലീഡ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. ഒരു 3 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, 3 ലീഡുകൾ മാത്രമേ നമുക്ക് കാണുള്ളൂ. ദീസ് ലീഡ്സ് ആർ നോൺ ആസ് ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. സോ ട്രാൻസിസ്റ്ററിന്റെ നമുക്ക് പുറമേക്ക് കാണുന്ന ഈ 3 ലീഡിനെയാണ് എന്ത് പറയാ, ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. ദ 3 ലീഡ്സ്, ആ ലീഡിനെ പറയും, നമുക്ക് പുറത്ത് കാണുന്ന ബേസ്, എമിറ്റർ, കളക്ടർ എന്നൊക്കെ പറയുന്നത് ലീഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. ആ ലീഡിനെ തന്നെ പറയുന്ന ഡിഫറെന്റ് നെയിംസ് ആണ് കേട്ടോ ഇത്. ലീഡ്സ്, പിൻസ്, പിഗ്ടെയിൽസ്. പിഗ്ടെയിൽ എന്ന് പറയും, പിൻ എന്ന് പറയും, ലീഡ് എന്ന് പറയും. അപ്പൊ ഏത് വേർഡ് വന്നാലും അത് എന്താണ് ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവണം. അപ്പൊ ഈ ബേസ്, എമിറ്റർ ട്രാൻസിസ്റ്ററിന്റെ പുറത്ത് കാണുന്ന 3 പിന്ന് അല്ലെങ്കിൽ 3 ലീഡ്, അതിനെയാണ് എന്ത്, ബേസ്, എമിറ്റർ, കളക്ടർ എന്ന് പറയും. അതിനെ പറയുന്ന വേറെ പേരുകളാണ് ലീഡ്, പിൻ, പിഗ്ടെയിൽ. Called base, emitter and collector are taken from each of doped semiconductor material. ഓരോ ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നിന്നും ആണ് എന്തെടുത്തിരിക്കുന്നത്, ഈ ഓരോ ലീഡും എടുത്തിരിക്കുന്നത്. ഇപ്പൊ അതായത് ട്രാൻസിസ്റ്ററിന്റെ കാണിച്ചിരിക്കുകയാണ് എമിറ്റർ, കളക്ടർ, ബേസ്. എമിറ്റർ, കളക്ടർ, ബേസ്. നെക്സ്റ്റ് പഠിക്കാനുണ്ട് ഫങ്ഷൻസ് ഓഫ് ദി ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. സോ ട്രാൻസിസ്റ്ററിന് 3 ലീഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 3 ലീഡിനും ഭയങ്കര വലിയ വലിയ ഫങ്ഷൻസ് ആണുള്ളത്. അപ്പൊ എന്താണ് ഈ ഫങ്ഷൻസ് എന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഈ ഓരോന്നിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എമിറ്റർ എമിറ്റ്സ് കറന്റ് കാരിയേഴ്സ്. ആ കറന്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഏതർ ഇലക്ട്രോൺസ് ആവാം അല്ലെങ്കിൽ ഹോൾസ് ആവാം. സോ എമിറ്റർ എന്ന് പറയുന്ന പോർഷൻ ചെയ്യുന്നത് എന്താ, കറന്റ് കാരിയേഴ്സ്, കറന്റിനെ ക്യാരി ചെയ്യുന്നവരെ. അത് കറന്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആവാം, ഹോൾസ് ആവാം. ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, ഹോൾസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും എമിറ്റ് ചെയ്യാണ് എന്ത് ചെയ്യുക, എമിറ്റർ ചെയ്യുക. അവരെ എമിറ്റ് ചെയ്യുമ്പോൾ എമിറ്റർ. എമിറ്റർ എമിറ്റ് ചെയ്യും. ദെൻ കളക്ടർ എന്താ ചെയ്യുക, കളക്ട്സ് കറന്റ് കാരിയേഴ്സ്. കളക്ടർ എന്ന് പറയുമ്പോൾ എന്തോ കളക്ട് ചെയ്യാണ് അല്ലെ. എന്താ കളക്ട് ചെയ്യുക, ഈ എമിറ്ററിന്ന് പോകുന്ന ഈ കറന്റ് കാരിയേഴ്സിനെ ആര് കളക്ട് ചെയ്യും, കളക്ടർ കളക്ട് ചെയ്യും. ദെൻ ബേസ് എന്താ ചെയ്യുക,
controls the flow of current carriers from emitter to collector. എമിറ്റർ കറന്റ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യും, കളക്ടർ എന്ത് ചെയ്യും, ആ കറന്റ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യും. സോ ബേസ് എന്ത് ചെയ്യും, ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് കറന്റ് കാരിയേഴ്സ് ഫ്രം എമിറ്റർ ടു കളക്ടർ. എമിറ്ററിന്ന് കളക്ടറിലേക്ക് പോകുന്ന ഈ കാരിയേഴ്സിനെ എന്ത് ചെയ്യും, അവരുടെ ഫ്ലോനെ ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 3 ലീഡ്സിന്റെ ഫംഗ്ഷൻസ്. While connecting a transistor to a circuit, it is necessary to identify the base, emitter, and the collector pins. A transistor data book gives information on pin identification of transistors. അതായത് നമ്മൾ ഇപ്പോൾ ട്രാൻസിസ്റ്ററിനെ കുറെ സർക്യൂട്ടിൽ യൂസ് ചെയ്യും അല്ലെ, ഇപ്പൊ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്സിലും ഒക്കെ യൂസ് ചെയ്യും. സോ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേസ്, എമിറ്റർ, കളക്ടർ ഏതാന്ന് കണ്ടുപിടിക്കണം. ബേസ്, എമിറ്റർ, കളക്ടർ നമുക്ക് മനസ്സിലാവണം, എന്നാലാണ് കണക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു ബേസിക് ടാസ്ക് എന്ന് പറയുന്നത്, ബേസ്, എമിറ്റർ, കളക്ടർ കണ്ടുപിടിക്കാം. It is convenient to put sleeve wires over the transistor pins for the following reason. അപ്പൊ നമ്മൾ പറഞ്ഞു സർക്യൂട്ടിൽ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ബേസ്, എമിറ്റർ, കളക്ടർ ഏതാന്ന് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, സ്ലീവ് വയേഴ്സ് ആ ട്രാൻസിസ്റ്റർ പിൻസില് അല്ലെങ്കിൽ ആ ലീഡുകളിൽ എന്ത് കൊടുക്കുക, സ്ലീവ് വയേഴ്സ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ വയേഴ്സ് കൊടുക്കുന്നത്, ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ വയറിംഗ്. നമ്മൾ വയർ ചെയ്യുന്ന സമയത്ത് ബേസ് ഏതാ, എമിറ്റർ ഏതാ, കളക്ടർ ഏതാന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. ദെൻ സ്ലീവ്സ് ആക്ട് ആസ് സ്പേസേഴ്സ് വൈൽ മൗണ്ടിങ് ആൻഡ് സോൾഡറിങ്. നമ്മൾ എവിടെയെങ്കിലും മൗണ്ട് ചെയ്യുന്ന സമയത്തും സോൾഡർ ചെയ്യുന്ന സമയത്തും ഒരു സ്പേസർ ആയിട്ട് എന്ത് ആക്ട് ചെയ്യും, നമ്മൾ ഈ കൊടുക്കുന്ന സ്ലീവ് വയറുകളെ ആക്ട് ചെയ്യും. Then they ensure the required minimum lead distance from the solder joint to the transistor. അതായത് സോൾഡർ ചെയ്യുന്ന സമയത്ത് ഈ സ്ലീവ് വയർ എന്താ ചെയ്യുക, ഈ ലീഡും സോൾഡർ ജോയിന്റും കൂടിയിട്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വയറുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ട്രാൻസിസ്റ്ററിന് മെയിൻ ആയിട്ട് 3 ലീഡ്സ് ഉണ്ട്, എമിറ്റർ, കളക്ടർ, ബേസ്. ഓരോന്നിന്റെ ഫംഗ്ഷൻ, ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, എമിറ്റർ എമിറ്റ് ചെയ്യും, കളക്ടർ കളക്ട് ചെയ്യും, ബേസ് എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. എന്തിനെയാ, കറന്റ് കാരിയേഴ്സിനെയാണ്. എമിറ്റർ എമിറ്റ്സ് കറന്റ് കാരിയേഴ്സ്, കളക്ടർ കളക്ട്സ് കറന്റ് കാരിയേഴ്സ് ആൻഡ് ബേസ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് കറന്റ് കാരിയേഴ്സ്. കറന്റ് കാരിയേഴ്സ് ആരൊക്കെയാണ്, ഇറ്റ് ക്യാൻ ബി എയ്തർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. അപ്പൊ നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ബേസിക് അല്ലെങ്കിൽ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് വി ഹാവ് ടു ഐഡന്റിഫൈ ദി ലീഡ്സ്, ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ പിൻസ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലീവ് വയറുകൾ യൂസ് ചെയ്യാം. അപ്പൊ എന്തിനാണ് സ്ലീവ് വയർ യൂസ് ചെയ്യുന്നതിനാണ് 3 പോയിന്റ്സ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത്, ഫോളോയിങ് കളർ സ്കീം ഈസ് സജസ്റ്റഡ് ഫോർ പുട്ടിംഗ് സ്ലീവ്സ് ടു ട്രാൻസിസ്റ്റർ പിൻസ് ഓൾദോ എനി കൺവീനിയന്റ് കളർ സ്കീം മേ ബി അഡോപ്റ്റഡ്. അതായത് ഇപ്പൊ പറഞ്ഞു സ്ലീവ് വയറുകൾ ഇടാം എന്ന് പറഞ്ഞു അല്ലെ. ഈ സ്ലീവ് വയർ ഇടുന്ന സമയത്ത് ബേസ്, എമിറ്റർ, കളക്ടർ 3 എണ്ണത്തിനും നമ്മൾ ഒരേ കളർ, എല്ലാം റെഡ് അല്ലെങ്കിൽ എല്ലാം ബ്ലൂ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഓരോന്നിനും ബേസിക് ആയിട്ടുള്ള കളർ സ്കീമാണ് ഈ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കളർ സ്കീമും എടുക്കാം. ബേസ് പിൻ, ബേസ് ബ്ലൂ ആയിരിക്കും, എമിറ്റർ പിൻ റെഡ് കളർ, കളക്ടർ പിൻ യെല്ലോ കളർ. മെയിൻലി ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരിക 3 ടെർമിനൽ ട്രാൻസിസ്റ്റേഴ്സ് അധികം യൂസ് ചെയ്യുമ്പോൾ. ഇനി 4 ടെർമിനൽ ഷീൽഡ് പിന്നും കൂടി വരികയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും, ഷീൽഡ് പിന്നിന് ബ്ലാക്ക് കളർ സ്ലീവ് കൊടുക്കും. ഇതാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ 3 or 4 ലീഡ്സിന് കൊടുക്കുന്ന സ്ലീവ് വയേഴ്സിന്റെ കളർ കോഡ്. ഞാൻ പറഞ്ഞു ഇതല്ലെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കളർ സ്കീം എടുക്കാം, എല്ലാം ഒരേ കളേഴ്സ് എടുക്കാണ്ടിരുന്നാൽ മതി. Next, transistor type packages. The popular transistors with different ratings used for general purpose to special applications are manufactured in a variety of package styles. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഈ ട്രാൻസിസ്റ്റേഴ്സിന് ഓരോ പാക്കേജ് സ്റ്റൈലുകൾ ഉണ്ട്, ഓരോ പാക്കേജ് എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. Some of the commonly used transistors with their package numbers and lead identification. The identification ആണ് കേട്ടോ. So commonly used transistors with their package numbers and lead identifications are shown. So ഓരോ ട്രാൻസിസ്റ്ററിന്റെ പാക്കേജ് നമ്പറുകളും അവരുടെ ലീഡ്സും ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് വൺ നോക്കിയാൽ കാണാം, TO1 എന്ന് പറയുന്ന. അപ്പൊ ഓരോ ട്രാൻസിസ്റ്ററും അതിന്റെ ഫിഗറും കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുക കേട്ടോ. TO1 ആണ് അതിന്റെ പാക്കേജിന്റെ നെയിം.
ഈ ട്രാൻസിസ്റ്ററിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ പാക്കേജ് എന്ന് പറയുന്നത് TO1. അതിന്റെ 3 ടെർമിനൽസിനെ കാണിച്ചിട്ടുണ്ട്, CBE കളക്ടർ ബേസ് എമിറ്റർ. TO5 എങ്ങനെയാ നോക്കുക, TO18, TO39, TO3 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 1, 2, 3 3 ടെർമിനൽസ്, കളക്ടർ ബേസ് എമിറ്റർ. ദെൻ TO3P ട്രാൻസിസ്റ്റർ എങ്ങനെയാ നോക്കുക. ദെൻ TO66, TO72 എന്ന് പറയുമ്പോൾ 4 ടെർമിനൽസ് വരുന്നുണ്ട്. TO92 EBC 3 ടെർമിനൽസ് കാണിച്ചിട്ടുണ്ട്. ഈ 92-ല് തന്നെ TO92-ല് തന്നെ 92A, 92B, 92C ഒക്കെ ഉണ്ട്. അതിലെന്ന് പറയുമ്പോൾ 92 EBC ആണ്, 92A എന്ന് പറയുന്നത് ECB ആണ്. അതിന്റെ ലീഡുകളുടെ അറേഞ്ച്മെന്റ്സ് അത് ശ്രദ്ധിക്കുക. പിന്നെ TO126, TO202, TO220, TO220AB അതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. ദെൻ TO247. അപ്പൊ ഓരോ ട്രാൻസിസ്റ്ററും അതിന്റെ ലീഡ്സും കാണിച്ചിട്ടുണ്ട്, അതിന്റെ പാക്കേജ് നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗർ നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ നോക്കുന്നത് ഹീറ്റ് സിങ്ക്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസ് പറഞ്ഞപ്പോ ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ള ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സിന്റെ കേസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നു. അപ്പൊ അവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സിൽ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പവറിൽ ഇപ്പോ 10 വാട്ടിന് മുകളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ ട്രാൻസിസ്റ്ററിന് ആ ഹീറ്റിനെ എടുത്തിട്ട് പുറമെ എയറിലേക്ക് പുറന്തള്ളുക. അതായിരുന്നു ഹീറ്റ് സിങ്കിന്റെ ഫംഗ്ഷൻ. അപ്പൊ ആ ഹീറ്റ് സിങ്കിന്റെ ഫംഗ്ഷനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാണ് ഇവിടെ. In any electrical or electronic circuits, the high power rectifiers, SCRs, transistors, MOSFETs, even LEDs used in high bright lights consumes power, generates considerable amount of heat while the circuit is functioning. ഈ പറഞ്ഞ എല്ലാ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും, അതായത് റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, SCR, MOSFET, അതുപോലെ ഈവൻ നമ്മുടെ ചെറിയ LED അടക്കം, ഹൈ ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്ന LED അടക്കം എന്ത് ചെയ്യും, പവർ കൺസ്യൂം ചെയ്യും അല്ലെ. പവർ കൺസ്യൂം ചെയ്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, പ്രൊഡ്യൂസസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഹീറ്റ്. അതായത് പവർ, ഇപ്പൊ ഒരു ബൾബ് ആണെങ്കിൽ നമ്മൾ അത് ഇലക്ട്രിസിറ്റി വന്ന് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, കുറെ നേരം കഴിയുമ്പോൾ അത് ചൂടാവും. ബട്ട് പവർ ഹാൻഡ്ലിംഗ് സെമി കണ്ടക്ടർ ഡിവൈസസ് ഓർ കമ്പോണൻസ് ആർ inadequate to dissipate heat as their dissipation capability is significantly low. എന്നാ സെമി കണ്ടക്ടർ ഡിവൈസുകൾ, ഇപ്പോൾ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് നമ്മുടെ ട്രാൻസിസ്റ്റർ അല്ലെ. സെമി കണ്ടക്ടർ ഡിവൈസുകൾക്ക് ഇങ്ങനെ ഹീറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ദ ഡെസിപ്പേഷൻ കേപ്പബിലിറ്റി ഇസ് സിഗ്നിഫിക്കന്റ്ലി ലോ. അവർക്ക് ആ ചൂടിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ LED ഒക്കെ ചൂടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ചൂടായി കഴിഞ്ഞാൽ അവർക്ക് അത് പുറന്തള്ളാൻ പറ്റും. പക്ഷെ ഇതുപോലുള്ള സെമി കണ്ടക്ടർ ഡിവൈസസിന് ഡെസിപ്പേഷൻ കേപ്പബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി കുറവാണ്. Okay. Due to this reason, heating up of components leads to malfunctioning problems and may cause failure of the entire circuit or performance of the system. So ഇവർക്ക് ഈ ഹീറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് എന്തുണ്ടാവും, ക്രിയേറ്റ്സ് മാൾ ഫങ്ഷനിങ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്തുണ്ടാവും, ആ മൊത്തം സിസ്റ്റം, ആ എൻറ്റയർ സർക്യൂട്ട് തന്നെ കേടായി പോവാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ചൂടായിട്ട് ഇരിക്കുമ്പോൾ അത് എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണോ നമ്മൾ അത് അവിടെ കണക്ട് ചെയ്തത്, ആ ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നില്ല. പിന്നെന്താവും, ആ സിസ്റ്റത്തിന് തന്നെ അത് കേടാണ്. Therefore, to solve these problems, heat sinks are the solution that must be provided to these semiconductor devices for cooling purpose. അപ്പൊ അതുകൊണ്ട് എന്താ, ഇങ്ങനെ ചൂടായിരിക്കുന്ന ഈ ഡിവൈസുകളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സെമി കണ്ടക്ടർ ഡിവൈസസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ് എന്ത്, ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി ചില കമ്പോണൻസിന് ഹീറ്റ് ഡെസിപ്പേറ്റിംഗ് കേപ്പബിലിറ്റി ഉണ്ടാവും. എന്നാൽ ജനറലി സെമി കണ്ടക്ടർ ഡിവൈസസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ കമ്പോണൻസിന് ഇങ്ങനത്തെ ഡെസിപ്പേഷൻ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഇങ്ങനത്തെ സെമി കണ്ടക്ടർ കമ്പോണൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. കാരണം എല്ലാം പവർ കൺസ്യൂം ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. സോ ഇവരൊക്കെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ആ എൻറ്റയർ സർക്യൂട്ടിനെ തന്നെ ഡിസ്ട്രക്ട് ചെയ്യും. കാരണം ചൂടായിട്ട് ഫങ്ഷൻസ് ഒന്നും നടക്കില്ല.
സോ ആ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് എന്ത്, ഇങ്ങനത്തെ സെമി കണ്ടക്ടർ ഡിവൈസസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഉള്ള ആ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യുക, ഹീറ്റ് സിങ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി എന്താണ് ഹീറ്റ് സിങ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. Heat sink is a device made of aluminium metal attached to the electronic device that dissipates heat into surrounding air medium and cools them for improving their performance, reliability and also avoids the damage to the components. അപ്പൊ ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെയ്ഡ് ഓഫ് അലുമിനിയം മെറ്റൽ, ഒരു അലുമിനിയം ആണ്. ഏത് ഇലക്ട്രോണിക് ഡിവൈസ് ആണോ അതിന്റെ ഡിസിപ്പേഷൻ കേപ്പബിലിറ്റി കുറവ്, അതിലേക്ക് എന്താണ് ഈ അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. എന്നിട്ട് ഇതെന്ത് ചെയ്യും, ദാറ്റ് ഡിസിപ്പേറ്റ്സ് ഹീറ്റ് ഇൻ ടു സറൗണ്ടിങ്, അതെന്ത് ചെയ്യും, ചുറ്റുപാടുള്ള എയറിലേക്ക് ആ ചൂടിനെ പുറന്തള്ളും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസിന്റെ ചൂടൊക്കെ കുറച്ച് അതിനെ തണുപ്പിച്ചിട്ട് അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും, ആണ് ചെയ്യുക. സോ ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അപ്പൊ ഏതാണോ ഇലക്ട്രോണിക് ഡിവൈസ് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതെന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാക്കുന്ന ചൂടിനെ പിടിച്ചെടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കും, ഈ ഡിവൈസ് തണുത്തിട്ടിരിക്കും. അപ്പൊ അതിന്റെ പെർഫോമൻസും ഒക്കെ കൂടും. Heat sink transfers the heat or thermal energy from a high temperature component to a low temperature medium like air. ഹീറ്റ് എന്താ ചെയ്യുക, ഹൈ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് നിന്ന് ചൂടിനെ എടുത്തിട്ട് ലോ ടെമ്പറേച്ചറുള്ള ചുറ്റുപാടും അല്ലെങ്കിൽ എയറിലേക്ക് അങ്ങോട്ട് കൊടുക്കും. Heat sinks are classified into different categories as extruded heat sinks, as they can be made as extrusions based on the heat dissipating rating, shape and size etc. ഹീറ്റ് സിങ്കിനെ നമുക്ക് എക്സ്ട്രൂഷൻസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാമെന്നാ പറയണത്. എക്സ്ട്രൂഡഡ് ഹീറ്റ് സിങ്സ് എന്നാണ് പറയാ. എക്സ്ട്രൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെങ്കിലും ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ തള്ളി ഇറക്കാൻ പറ്റുന്നത് പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിവൈസിന്റെ ഉള്ളിലേക്ക് അതിനെ ഇറക്കി വിടാൻ പറ്റും. പറയുന്നത് ആസ് ദേ ക്യാൻ ബി മെയ്ഡ് ആസ് എക്സ്ട്രൂഷൻസ് ബേസ്ഡ് ഓൺ ദി ഹീറ്റ് ഡിസിപ്പേറ്റിംഗ് റേറ്റിംഗ് ഷേപ്പ്, അതായത് എത്രത്തോളം ഹീറ്റ് ആ ഡിവൈസ് എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ സൈസ് എങ്ങനത്തെയാണ്, ഷേപ്പ് എങ്ങനത്തെയാണ്, അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് സിങ്കിനെ മാനുഫാക്ചർ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും എന്നാണ് പറയണത്. കുറച്ച് ഹീറ്റ് സിങ്കുകളാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്, ഡിഫറെന്റ് കുറച്ച് ഹീറ്റ് സിങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ടു സെലക്ട് എ പെർട്ടിക്കുലർ ഹീറ്റ് സിങ്ക് വാരിയസ് പാരാമീറ്റേഴ്സ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ട്രാൻസിസ്റ്ററിന് അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസിന് വേണ്ടിയിട്ട് എല്ലാതരം ഹീറ്റ് സിങ്കും സ്യൂട്ട് ആവണം എന്നില്ല. അപ്പോ അത് ഒരു ഏത് തരം ഹീറ്റ് സിങ്ക് നമ്മൾ ചൂസ് ചെയ്യണം എന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ heat dissipation rating, heat dissipation ratio of the semiconductor device used in watts. അതായത് സെമി കണ്ടക്ടർ ഡിവൈസ് എത്രത്തോളം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നു എന്നത് വാട്ട്സിൽ. ദെൻ മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ ഓഫ് ഡിവൈസ് ഇൻ ഡിഗ്രി സെൽഷ്യസ്. ആ ഡിവൈസിന്റെ ഏത് ഡിവൈസ് ആണോ ഒരുപാട് ചൂടാവുന്നത് അതിന്റെ മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ, അത് ഡിഗ്രി സെൽഷ്യസിലുള്ള ആ ടെമ്പറേച്ചർ. എയർ ഫ്ലോ കണ്ടീഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ഓരോ ഡിവൈസിനും സ്യൂട്ട് ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, ഈ ഒരു ട്രാൻസിസ്റ്ററിനെയൊക്കെ ഈ ഹീറ്റ് സിങ്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നത് പോലെയാണ് എക്സ്ട്രൂഷൻസ് ആയിട്ട്, അതായത് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും, തള്ളി ഇറക്കാൻ പറ്റും. ഇപ്പൊ ഈ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഹീറ്റ് സിങ്ക്, ഈ കാണുന്നതാണ് അലുമിനിയത്തിന്റെ ഹീറ്റ് സിങ്ക്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. അപ്പോ നമ്മൾ വെക്കുന്ന ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ഷേപ്പ് എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ് നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് എക്സ്ട്രൂഷൻസ് ഇതുപോലെയുള്ള നോച്ചുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ആ പർട്ടിക്കുലർ സാധനത്തിനെ ഇറക്കി വെക്കാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ കുറച്ച് ഹീറ്റ് സിങ്കുകളാണ് കേട്ടോ. അപ്പൊ ഒരു ഹീറ്റ് സിങ്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. മൗണ്ടിങ് മെത്തേഡ് ഓഫ് ട്രാൻസിസ്റ്റർ ഓൺ ഹീറ്റ് സിങ്ക്. എങ്ങനെയാണ് ട്രാൻസിസ്റ്ററിനെ ഹീറ്റ് സിങ്കിലേക്ക് മൗണ്ട് ചെയ്യണമെന്നാണ് ഇവിടെ ഒരു The method of mounting a transistor in TO220 package. അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. A thin mica film is introduced between the transistor body and the aluminium heat sink surface. അതായത് നമ്മുടെ ട്രാൻസിസ്റ്റർ ആണ് TO220 SCR. ഈ ട്രാൻസിസ്റ്ററിനും ഇതാണ് നമ്മുടെ അലുമിനിയം ഹീറ്റ് സിങ്ക്. ഇതിന്റെയും ഇടയ്ക്ക് എന്താണ് ഒരു ഇൻസുലേറ്റർ ആണ്, മൈക്ക ഇൻസുലേറ്റർ ഫിലിം അവിടെ
ഇൻസേർട്ട് ചെയ്യാണ്. An insulating washer inserted to avoid short circuit by the screw and nut used for tightly fastening to the heatsink that radiates the heat generated of the transistor. എന്നിട്ട് അവിടെ എന്തും കൂടി വെക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ. ഈ സ്ക്രൂ ആൻഡ് നട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് ഇൻസുലേറ്ററും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഹീറ്റ് സിങ്കിലേക്ക് മൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഹീറ്റ് സിങ്കിന്റെ കാര്യം പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗ് ആണ്. ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രാൻസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ആ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടാണ് സർക്യൂട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു ട്രാൻസിസ്റ്റർ ഗുഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗ്സ് യൂസ് ചെയ്യാം. അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ടെസ്റ്റ് പറയുന്നുണ്ട്, ജംഗ്ഷൻ ടെസ്റ്റ് ആൻഡ് ക്യൂബ് ടെസ്റ്റ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ട്രാൻസിസ്റ്റേഴ്സ് യൂസിങ് ഓം മീറ്റർ. ഓം മീറ്റർ വെച്ചിട്ട് എങ്ങനെ ഒരു ട്രാൻസിസ്റ്ററിനെ ടെസ്റ്റ് ചെയ്യാം, ട്രാൻസിസ്റ്റർ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം യൂസിങ് ഓം മീറ്റർ. സോ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് ജംഗ്ഷൻ ടെസ്റ്റ്. Since a transistor can be regarded as two diodes connected back to back, a transistor's general working condition can be assessed by checking these two diodes as shown. അപ്പൊ നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയോഡ്സ്, രണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ബാക്ക് ടു ബാക്ക് ഉണ്ടാവും. രണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ജംഗ്ഷൻ ടെസ്റ്റിൽ പറയുന്നത് ഈ രണ്ട് ഡയോഡുകൾ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ നല്ലതാണോ എന്ന് പറയാം. അതുപോലെ ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ബോത്ത് ദ ഡയോഡ്സ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഗുഡ് ടു ഡിക്ലെയർ ദ ട്രാൻസിസ്റ്റർ ആസ് ഗുഡ്. ഒരു ട്രാൻസിസ്റ്ററിന്റെ ഉള്ളില് രണ്ട് ഡയോഡ്സ് ഉണ്ടാവും, നമ്മള് രണ്ട് ഇമാജിനറി ഡയോഡ്സ് ആണെന്ന് പറയാം. ഈ രണ്ട് ഡയോഡും നല്ലതാണെങ്കിൽ മാത്രമാണ് ആ ട്രാൻസിസ്റ്റർ നല്ലതാണെന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ദ ടു ഇമാജിനറി ഡയോഡ്സ് D1 ആൻഡ് D2, അതിൽ D1 ഗുഡ് ആണ്, D2 വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ D1 വർക്ക് ചെയ്യുന്നില്ല, D2 വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ട്രാൻസിസ്റ്റർ നല്ലതാവില്ല. രണ്ട് ഡയോഡ്സും എന്താവണം, വർക്കിംഗ് കണ്ടീഷനിലാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ നല്ലതാണെന്ന് പറയും. അതാണ് ജംഗ്ഷൻ ടെസ്റ്റിൽ പറയുന്നത്. The imaginary diodes 1 and 2 can be tested as testing any diode. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ജംഗ്ഷൻ ടെസ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. NPN ട്രാൻസിസ്റ്ററിന്റെയും PNP ട്രാൻസിസ്റ്ററിന്റെയും ജംഗ്ഷൻ ടെസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫിഗറിൽ. When a diode is tested, if the ohm meter shows high resistance in one direction and low resistance in another direction, then the diode corresponding to that diode junction can be regarded as good. ഇവിടെ രണ്ട് ഡയോഡ് ജംഗ്ഷൻ വരും അല്ലെ, ഇവിടെ ഒരു ജംഗ്ഷൻ വരും, ഇവിടെയും ഇവിടെയും. സോ എന്താ പറയുന്നത്, നമ്മൾ ഓം മീറ്റർ ഈ കാണിച്ചിരിക്കുന്നതാണ് ഓം മീറ്റർ. ഈ ഓം മീറ്റർ നമ്മൾ ഈ ജംഗ്ഷനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡയറക്ഷനില് അത് ലോ റെസിസ്റ്റൻസും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹൈ റെസിസ്റ്റൻസും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഡയോഡ് നല്ലതാണ്. If the ohm meter shows high resistance in one direction and low resistance in another direction, ഒരു ഡയറക്ഷനിൽ ലോ റെസിസ്റ്റൻസും മറ്റൊരു ഡയറക്ഷനിൽ ഹൈ റെസിസ്റ്റൻസും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് ഡയോഡ് D1ന്റെ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവും ഇവിടെ എന്താ, ഓം മീറ്ററിന്റെ നെഗറ്റീവ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ്. സോ ഈ ഒരു അറേഞ്ച്മെന്റ് ഇറ്റ് ഷോസ് ലോ റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താ, ഹൈ റെസിസ്റ്റൻസ് കാണിക്കുന്നു. ഇതുപോലെ രണ്ട് ഡയറക്ഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ലോ ആൻഡ് ഹൈ റെസിസ്റ്റൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയോഡ് എന്താണ്, ഗുഡ് ആണെന്നാണ് പറയണത്. ഇതപ്പോ ഇവിടെ PNPയുടെ കേസിലും എന്താ, പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവും രണ്ട് ഓപ്പോസിറ്റ് വരുന്ന കേസിൽ എന്താ, ഹൈ റെസിസ്റ്റൻസ് കാണിച്ചു. ഇവിടെ പോസിറ്റീവ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, രണ്ടും സെയിം പൊളാരിറ്റി സെയിമിൽ കണക്ട് ചെയ്തപ്പോ എന്താ, ലോ റെസിസ്റ്റൻസ് കാണിച്ചു. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ലോ റെസിസ്റ്റൻസ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് കാണിക്കുകയാണെന്നെങ്കിൽ ദ കറസ്പോണ്ടിങ് ഡയോഡ് ഈസ് ഗുഡ്. അങ്ങനെയാകുമ്പോൾ ആ ഡയോഡ് നല്ലതാണെന്നാണ് പറയണത്. അപ്പൊ ഒരു ഡയോഡിനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഡയോഡിനെ നമ്മൾ സെയിം ജംഗ്ഷൻ ടെസ്റ്റ് നടത്തും, ആ ഡയോഡും നല്ലതാവും.
ഒരു ട്രാൻസിസ്റ്റർ ഗുഡ് ആണെന്ന് പറയണമെങ്കിൽ അതിലെ 2 ഇമാജിനറി ഡയോഡ്സും എന്തായിരിക്കണം? ഗുഡ് ആയിരിക്കണം. While connecting a transistor to a circuit, it is necessary to identify the base emitter and collector pin. നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ ബേസ് എമിറ്റർ കളക്ടർ പിൻസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ടീച്ചർ 8 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നേ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ. ഓക്കെ. ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ.